السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ദുർബലന്മാരായ സാധുക്കളായ നമ്മളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തുച്ഛമായ നമ്മുടെ അമലുകളെ അല്ലാഹു തആല അവന്റെ മഹ്ദായ ഫദ്ല് കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയും പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വരാൻ ആഗ്രഹിക്കുകയും എന്നാൽ പല ന്യായമായ പ്രയാസങ്ങളാൽ രോഗങ്ങളാലൊക്കെ വരാൻ കഴിയാതെ മനസ്സ് ഇവിടെയും തടി വീട്ടിലുമൊക്കെയായി കഴിയുന്ന പലരും ഉണ്ടാകാം. അല്ലാഹു തആല അവർക്കെല്ലാം നമുക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അല്ലാത്തവരുമായ ധാരാളം സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മേഖല പ്രദേശത്ത് ഇത്തരം താഴ്വാ പ്രവർത്തനങ്ങൾക്ക് എന്നും മാതൃകാപരമായി മുമ്പിൽ നിന്ന് നമുക്കെല്ലാം നേതൃത്വം നൽകിയ ബഹുമാനായ കുഞ്ഞീരു മദനി റഹിമഹുല്ലാഹ് ഓരവയെ ഓർക്കാതെ നമുക്കൊരിക്കലും ഇത്തരം പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകാനാവില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷപൂർണ്ണമാക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ അല്ലാഹു തആല അവർക്കും നമുക്കുമെല്ലാം സ്വർഗത്തിന്റെ അഹ്ലുകാരാവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മനുഷ്യൻ സാമൂഹ്യമായി ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഒരാളെയും ആശ്രയിക്കാതെ എനിക്ക് ഞാൻ മതി എന്ന നിലയ്ക്ക് ജീവിക്കാൻ ഒരാളെ കൊണ്ടും ഒരു നിമിഷം പോലും സാധ്യമല്ല. നാം എത്ര വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും എത്രയൊക്കെ സമ്പാദ്യമുണ്ടെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും അനേക ലക്ഷം മനുഷ്യന്മാരെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് ഓരോ സെക്കൻഡിലും നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ധരിച്ച വസ്ത്രം നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതാണ് എങ്കിലും നമ്മളല്ല ആ വസ്ത്രം ഉണ്ടാക്കി. അത് തയ്ച്ചത് ടൈലറാണ്. അതിന് തുണി ശീല, അത് ശീലയായി മാറുന്നതിന് പിന്നിൽ അനേകായിരം മനുഷ്യന്മാരുടെ വ്യത്യസ്തങ്ങളായ അധ്വാനങ്ങൾ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ ഗ്ലാസ് ഉണ്ടായത് വ്യത്യസ്തങ്ങളായ പ്രൊസീജിയറുകൾ കഴിഞ്ഞിട്ടാണ്. ആ വെള്ളം എടുക്കാൻ ആവശ്യമായ കിണർ സംവിധാനമുണ്ടായത്, അതിൽ മോട്ടോർ ഘടിപ്പിച്ചത്, അതിനുവേണ്ട കറണ്ട് എത്തിയത്, ഇതൊക്കെ അനേകായിരം മനുഷ്യന്മാരുടെ അധ്വാന ഫലമാണ്.
ഒരു പിടി ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. കഴിക്കുന്ന മരുന്നുകളും സഞ്ചരിക്കുന്ന വാഹനവും വസിക്കുന്ന വീടും അടക്കമുള്ളതെല്ലാം അനേകായിരം മനുഷ്യന്മാർ അധ്വാനിച്ചിട്ടാണ് അതെല്ലാം ഉണ്ടായി വന്നത്. അഥവാ ലക്ഷക്കണക്കായ മനുഷ്യന്മാരെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും നമുക്കാർക്കും ജീവിക്കാൻ കഴിയില്ല എന്നർത്ഥം. അതാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ കന്നുകാലികൾക്ക് അങ്ങനെ ആശ്രയം ആവശ്യമില്ല. അത് വെറുതെ വിട്ടാൽ തന്നെ എവിടെയൊക്കെ പോയി വല്ലതും തിന്ന് സട്ടാവിനെ മാത്രം അവലംബിച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ മിക്കവാറും ജീവികൾക്ക് അല്ലാഹു തആല സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. മനുഷ്യർ അല്ലാഹു നിശ്ചയിച്ചത് അങ്ങനെയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വാങ്ങിയും പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് അല്ലാഹു തആല മനുഷ്യരെ സംവിധാനിച്ചിരിക്കുന്നത്. ആ ബന്ധങ്ങളെയെല്ലാം നിലനിർത്തുക, അതിൽ പാലിക്കേണ്ട എല്ലാ മേഖലയും പാലിക്കുക എന്നത് ഒരു മനുഷ്യനാകുന്നതിന്റെ അടിസ്ഥാന ഘടകമാണ്. വിശ്വാസിയാകുന്നതിന്റെ പൂർണ്ണതയാണ്, ദീനിന്റെ ഭാഗമാണ്. അതിനപ്പുറത്ത് ഒരു മനുഷ്യനായി മാറുന്നത് തന്നെ ഇത്തരം മുഴുവൻ ബന്ധങ്ങളെയും തിരിച്ചറിഞ്ഞ് അവിടെയെല്ലാം കൽപ്പിക്കേണ്ട എല്ലാ ഹുർമത്തുകളും കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട്. അതിൽ ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് എന്റെ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നേർക്കുനേരെ ബന്ധപ്പെടുന്ന ബന്ധങ്ങളുണ്ട്. പ്രത്യക്ഷമായിട്ടല്ലാതെ നമ്മൾ അറിയാതെ നമുക്ക് സഹായികളായി വർത്തിക്കുന്ന ധാരാളം ആളുകളുമുണ്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ കുത്തി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുപ്പായമിടുന്നു, ഈ കുപ്പായത്തിന് പിന്നിൽ പ്രവർത്തിച്ച അനേക ലക്ഷം മനുഷ്യന്മാരെ നമുക്ക് പരിചയമില്ല. എന്നാൽ നേർക്കുനേരെ നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരുപാട് അടുത്ത ബന്ധങ്ങളുണ്ട്. അതെല്ലാം ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർത്തിയാകുന്നത്. ഒരു മനുഷ്യനെ ഒരു മനുഷ്യ ശരീരമായി നമ്മൾ കണ്ടാൽ ആ ശരീരം പരിപൂർണമാവാൻ കൈയും കാലും കണ്ണും കാതും അടക്കമുള്ള എല്ലാ അവയവങ്ങളും പൂർത്തിയാകുമ്പോഴാണല്ലോ പൂർണ്ണമായ ഒരു മനുഷ്യനെന്ന് അയാളെ കുറിച്ച് നമ്മൾ പറയുക. ഒരു കൈയില്ലെങ്കിൽ അതൊരു വൈകല്യമാണ്, ഒരു കാലില്ലെങ്കിൽ അതൊരു വൈകല്യമാണ്, ഒരു വിരൽ കുറവുണ്ടെങ്കിൽ അതൊരു വൈകല്യമാണ്, ഒരു വിരൽ അധികമുണ്ടെങ്കിൽ അതും ഒരു വൈകല്യമാണ്, തലയിൽ തീരെ മുടി ഇല്ലെങ്കിൽ അതൊരു വൈകല്യമാണ്. എങ്കിൽ ഇതെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ പൂർത്തിയാകുമ്പോഴാണ് ഒരു ശരീരം പരിപൂർണമായ ശരീരമായി നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ അതുപോലെ തന്നെയാണ് മനുഷ്യത്വം എന്നതും. അവൻ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം ഒരു അവയവം പോലെ അവൻ കാണേണ്ടതുണ്ട്. അവന്റെ മാതാപിതാക്കൾ, അവന്റെ ജേഷ്ഠാനിയന്മാർ, അതേപോലെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, മറ്റു കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, നമ്മുമായി ബന്ധമുള്ള വ്യത്യസ്തരായ ആളുകൾ, ഇതെല്ലാം ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യരായി മാറുന്നത്. എനിക്ക് അവരൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു എല്ലാം വെട്ടിമുറിച്ച് ഒഴിവാക്കി എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞ് എനിക്ക് ഞാൻ മാത്രം എന്ന ചിന്തയാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മാത്രമല്ല ധിക്കാരമാണ് എന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞല്ലോ, മനുഷ്യന്റെ ധിക്കാരത്തിന് കാരണമായി അല്ലാഹു പറഞ്ഞു, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന എന്നാണ്. കല്ലാ എന്നാൽ കാര്യം അങ്ങനെയല്ല. ഇന്നൽ ഇൻസാന ലയത്ഗ, തീർച്ചയായും മനുഷ്യൻ ധിക്കാരം കാണിക്കുന്നു. കാരണം അർആഹു ഇസ്തഗ്ന, അവന് തോന്നുകയാണ് എനിക്ക് ഞാൻ തന്നെ മതി, ഞാൻ ധന്യനാണ്, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, എനിക്കാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഞാൻ തന്നെ മതി എന്ന തോന്നലുണ്ടാകുമ്പോൾ മനുഷ്യൻ ധിക്കാരിയായി മാറുന്നുവെന്നാണ് അല്ലാഹു തആല അവിടെ പരിചയപ്പെടുത്തിയത്. ബൽയുരീദുൽ ഇൻസാൻ ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമൽ ഖിയാമ. മനുഷ്യന്റെ ചിന്ത, അവന്റെ വിചാരം മുന്നോട്ടുള്ള ജീവിതത്തിലും ധിക്കാരിയായി, തമ്മാടിയായി, തോന്നിവാസിയായി ജീവിക്കാൻ തന്നെയാണ്. ലിയഫ്ജുറ അമാമ, മുന്നോട്ടുള്ള കാലഘട്ടം, ഇനി ബാക്കിയുള്ള ആയുസ് അതും കൂടെ എനിക്ക് തെമ്മാടിയായി പോകണം, തോന്നിവാസിയായി പോകണം, ധിക്കാരിയായി പോകണമെന്നാണ് മനുഷ്യന്റെ വിചാരം. അവൻ ചോദിക്കുകയാണ് യസ്അലു അയ്യാന യൗമുൽ ഖിയാമ,
എപ്പോഴാണ് ഖിയാമത്ത്, എന്നാ ഖിയാമത്ത് ഉണ്ടാവുക എന്ന്, അതൊക്കെ ഏത് കാലത്ത് സംഭവിക്കാനാണ് എന്ന് നിഷേധഭാവത്തിൽ അവൻ ചോദിക്കുകയാണ് എന്നാണ് അല്ലാഹു തആല മനുഷ്യനെ പറ്റി എടുത്തു പറയുന്നത്. യഥാർത്ഥത്തിലോ മനുഷ്യൻ ഒരിക്കലും സ്വയം പര്യാപ്തനല്ല. എല്ലാവരെയും ആശ്രയിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. ഒന്നാമതായി റബ്ബിനെ ആശ്രയിക്കുന്നു, അതോടൊപ്പം അല്ലാഹു നിശ്ചയിച്ച എല്ലാ ബന്ധങ്ങളെയും കൂട്ടിയോജിപ്പിച്ചും ഉപയോഗപ്പെടുത്തിയും മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, മനുഷ്യരെ നിങ്ങളെല്ലാം പടച്ച റബ്ബിനെ ആശ്രയിക്കുന്നവരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം ഫഖീറുമാരാണ് എന്നാണ്. ഫഖീറുമാരാണ്, ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്. ഇലല്ലാഹ്, അല്ലാഹു തആലയെ ആശ്രയിച്ചുകൊണ്ടാണ്, റഹ്മാനായ റബ്ബിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിങ്ങളെല്ലാം പോകുന്നത്. അല്ലയാണ് വലിയ, അല്ലയാണ് ആശ്രയമില്ലാത്തവൻ, ധന്യനായിട്ടുള്ളവൻ അല്ലാഹു തആലയാണ്. യഥാർത്ഥത്തിൽ സാക്ഷാലർത്ഥത്തിൽ വലിയ എന്ന് പറയാവുന്നത് ഒരാളെയും ആശ്രയിക്കാതെ സ്വയം നിൽക്കാൻ കഴിയുന്നവൻ എന്നത് അല്ലാഹു തആലക്ക് മാത്രമേയുള്ളൂ. ബാക്കി എല്ലാ മനുഷ്യരും ഫഖീറാണ്, ദരിദ്രന്മാരാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ശ്വാസം വലിക്കണമെങ്കിൽ പടച്ച റബ്ബിന്റെ തൗഫീഖ് വേണം. ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് പോകണമെങ്കിൽ അല്ലാഹു തആലയുടെ തൗഫീഖ് വേണം. കൈയും നനക്കാൻ, കാലും നടക്കാൻ, കണ്ണ് തുറക്കാൻ, ഒന്ന് കേൾക്കാൻ, ഒന്ന് മിണ്ടാൻ, എല്ലാം അല്ലാഹു തആലയുടെ തൗഫീഖ് വേണം. അവന് തൗഫീഖ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതാണ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ് നിങ്ങളെല്ലാം. അല്ലാഹുവാണ് ഗനിയ്യ്, അവനാണ് ഒരാളെയും ആശ്രയിക്കാത്ത നിരാശ്രയനായിട്ടുള്ളവൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, അല്ലാഹു അഹദാണ്, ഏകനാണ്, അവൻ സ്വമദാണ്, നിരാശ്രയമുള്ളവനാണ്, ഒരാളെയും ആശ്രയിക്കാത്തവനാണ്, എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവരാണ് എന്ന് അല്ലാഹുവിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ആദ്യം തിരിച്ചറിയുക. ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമെങ്കിൽ ആദ്യം തിരിച്ചറിയേണ്ടത് എനിക്ക് ബന്ധങ്ങൾ ആവശ്യമാണ് എന്ന ആ തിരിച്ചറിവാണ്. എനിക്ക് ഞാൻ മതി എന്ന് തോന്നലാണെങ്കിൽ ഒരിക്കലും പിന്നെ ഒരാളോടും അവൻ പ്രത്യേകിച്ച് പ്രതിപത്തിയില്ല, ആരോടും അവൻ പ്രത്യേകിച്ച് ബാധ്യതയില്ല എന്ന മട്ടിലാണ് അവൻ പോവുക. അതിനു പകരം ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വസ്ത്രം ധരിക്കാൻ കഴിയില്ല, ഒന്ന് ഇരിക്കാൻ പോലും സാധ്യമല്ല. ഇരിക്കുന്ന കസേര ആയിരങ്ങളുടെ അധ്വാനമാണ്, ധരിച്ച ചെരുപ്പ് ആയിരങ്ങളുടെ അധ്വാനമാണ്, വസ്ത്രം ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ അധ്വാനമാണ്, കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും അടക്കം എല്ലാം ആയിരക്കണക്കായ മനുഷ്യന്മാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്ന ആ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഈ ബന്ധങ്ങളൊക്കെ ഞാൻ നട്ട് അത് നനച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുക. സഹോദരങ്ങളെ, ഒരുപാട് ബന്ധങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും മുറിച്ചു കളഞ്ഞ എത്രയെത്ര ബന്ധങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കാം. മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെട്ട കുടുംബജീവിതം ഞാൻ അത് പറയുന്നില്ല. അത് ഇൻഷാല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ ഒരു വിശദമായ ക്ലാസ് വരാനുണ്ട്. മൂന്നാമത്തെ ഞായറാഴ്ച, അന്ന് ആ ഭാഗം, നാലാമത്തെ ഞായറാഴ്ച അന്ന് ഇൻഷാല്ലാഹ് അത് വിശദമായി നമുക്ക് അന്ന് ആ ഒരു ഭാഗം കേൾക്കാം. എന്നാലും അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്റെ ചില ബന്ധങ്ങൾ, ഏറ്റവും അസുലിയായ അടിസ്ഥാനമായ ബന്ധങ്ങൾ, എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ കലുഷമായും പാലിക്കേണ്ടുന്ന എന്റെ ബന്ധങ്ങൾ, മാതാപിതാക്കളും അതേപോലെ മക്കളും തമ്മിലുള്ള ബന്ധം അതിൽപ്പെട്ട ബന്ധമാണല്ലോ. അത് മുറിച്ചുകൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല എന്നാണ്. റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭിക്കണോ, മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനെ തുടങ്ങി എത്ര അധ്യാപകരാണ് ആ രംഗത്തുള്ളത്. പക്ഷേ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളുമായി പോലും ബന്ധം മുറിച്ചു കളയുന്ന ധിക്കാരികളായി മനുഷ്യൻ മാറുന്നുവെന്നത് നമ്മളെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. മാതാവിനെയും പിതാവിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അനിഷ്ടകരമായ ഒരു വാക്കെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യർക്കും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്നാണല്ലോ ഒരു മറുത്തൊരു വാക്ക് പോലും, എന്ന വാക്ക് പോലും, അഥവാ ഒരു അനാവശ്യമായ ഒരു എതിർക്കുന്ന ഒരു പദപ്രയോഗം പോലും വരാൻ പാടില്ല. നീ അവരെ ആട്ടി അകറ്റാൻ പാടില്ല എന്നാണ്. മാതാപിതാക്കൾ അത്രയും വേണ്ടപ്പെട്ട ബന്ധമാണ്. ആ ബന്ധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എത്ര വലിയ മുത്തകയായാലും എത്ര വലിയ ആളായാലും ശരി, അവന് സ്വർഗമില്ല
എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. റഹ്മാനായ റബ്ബിനോടുള്ള ബാധ്യത പറഞ്ഞ കൂടെ അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒന്നാണ് മാതാപിതാക്കൾ. അനിഷ്കുർലി വലിവാലിദൈക, എത്ര സ്ഥലത്ത് അല്ലാഹു തആല ഈ ആശയം പഠിപ്പിച്ചത്. അനിഷ്കുർലി, നീ എനിക്ക് ശുക്റുള്ളവനായി മാറണം, അല്ലാഹു തആലയ്ക്ക് നന്ദിയുള്ളവനായി മാറണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദിയുള്ളവനായി മാറണമെന്നാണ്. അതേപോലെ ഉഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തൊട്ട് പിറകിൽ പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നാണ്. ആ മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട്, മാതാപിതാക്കളെ അകറ്റി നിർത്തിക്കൊണ്ട്, ആ മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ മുറിച്ചു കളഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം എല്ലാം ഒഴിവായിട്ട് ഒരിക്കൽ നമുക്ക് മുന്നേറാൻ സാധ്യമല്ല. സ്വർഗ്ഗ കവാടം നമുക്ക് തുറക്കപ്പെടുകയില്ല. അവിടെ ആ ബന്ധത്തെയാണ് ഒന്നാമതായി നാം അത് പരിപോഷിപ്പിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ് അവരുമായിട്ടുള്ള എന്റെ നിലപാട് എന്നാണ്. അവിടെ ജാതി മതം പോലും പരിഗണിക്കാതെ, അവന്റെ വിശ്വാസം പോലും പരിഗണിക്കാതെ അവരുമായുള്ള ബാധ്യത നിർവഹിക്കാനാണല്ലോ പഠിപ്പിച്ചത്. മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാൽ ആ കാര്യത്തിൽ നീ അവർ അനുസരിക്കേണ്ടതില്ല. എന്നാൽ അതിന്റെ പേരിൽ പോലും ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ പാടില്ല. അവരോടും ദുനിയാവിൽ മാന്യമായ നിലയ്ക്ക്, ദുനിയാവിന്റെ കാര്യത്തിൽ മാന്യമായ നിലയ്ക്ക് നീ അവരുമായി സഹവസിക്കണമെന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയുന്നു. അല്ലാഹുവിനെതിരായ കാര്യം മാതാപിതാക്കൾ പറഞ്ഞാൽ പാലിക്കേണ്ട കാര്യമില്ല. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവിനെതിരാകുന്ന കാര്യത്തിൽ ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല. എന്നാൽ അതിന്റെ മറവിൽ ആ ബന്ധം മുറിച്ചു കളഞ്ഞ് അവരുമായി ബന്ധമില്ല, അവരുമായി സഹവാസമില്ല എന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ എടുത്തു പറഞ്ഞ ഒന്നാണ് ആ പ്രായമാകുന്ന സമയത്തെ പറ്റി പ്രത്യേകിച്ചും. എന്നാണ് അവർ രണ്ടുപേരുമോ രണ്ടിൽ ഒരാളുമോ പ്രായമായിക്കൊണ്ട് നിന്റെ പക്കൽ ഉണ്ടെങ്കിൽ പ്രത്യേകമായ ശ്രദ്ധ, പ്രത്യേകമായ പരിഗണന നൽകണമെന്നാണല്ലോ അവിടെ പരിചയപ്പെടുത്തുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാ, അദ്ദേഹം കഅബയെ തവാഫ് ചെയ്യുമ്പോഴാണ് ഒരു മറ്റു ചെറുപ്പക്കാരൻ തന്റെ മാതാവിനെ തോളിലെത്തിക്കൊണ്ട് ഉമ്മയെ കൊണ്ടങ്ങ് തവാഫ് ചെയ്യിക്കുകയാണ്. ഉമ്മാനെ എടുത്തിട്ടുണ്ട്, തോളിലിട്ടിട്ടുള്ള ഉമ്മാനെ എടുത്ത് നടന്നുകൊണ്ട് അങ്ങനെ തവാഫ് ചെയ്യുന്നു. ഇബ്നു ഉമറിനെ കാണുമ്പോ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്റെ ഉമ്മയാണിത്, എന്റെ ഉമ്മയെ തവാഫ് ചെയ്യിക്കുകയാണ്, എന്റെ ഉമ്മയോട് എനിക്കുള്ള ബാധ്യത, കടപ്പാടുകൾ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ ഇബ്നു ഉമർ ഇല്ല, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി തിരിച്ച ഒരു ത്യാഗത്തിന് പോലും ഇത് തുല്യമാവുകയില്ല, ഇത് പകരമാവുകയില്ല, അതിന് മാത്രം ത്യാഗമാണ് നിനക്ക് വേണ്ടി നിന്റെ മാതാപിതാക്കൾ സഹിച്ചത് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു കൊടുക്കുന്നത്. ആ ബന്ധത്തെ സഹോദരങ്ങളെ ഗൗരവമായി കണിശമായി നാം കണ്ടേ പറ്റൂ. അതിൽ വല്ല വീഴ്ചയും വന്നെങ്കിൽ അത് പിടിക്കാൻ സമയം വൈകിക്കൂടാ. ചെന്ന് കണ്ട് ഇഷ്ടം സമ്പാദിക്കാനുള്ള സമയം ഇനി വൈകിക്കൂടാ സഹോദരങ്ങളെ. മാതാപിതാക്കളെ തൃപ്തിയില്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ എല്ലാ അമലും ഒക്കെ ശരിയാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭ്യമല്ല എന്നും, അല്ലാഹുവിന്റെ പ്രീതി മാതാപിതാക്കളെ പ്രീതിയിലാണ് എന്നും, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളെ കോപത്തിലാണ് എന്നും പഠിപ്പിക്കപ്പെട്ടതിനെ നാം ഗൗരവമായി കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ മറുവശമാണ് മക്കൾ നമ്മുടെ ബാധ്യതയാണ്, അതൊരു അമാനത്താണ്, അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, പാർപ്പിടം നൽകൽ മാത്രമല്ല, അതൊക്കെ ബാധ്യതയാണ്, എല്ലാം ചെയ്യേണ്ടതുണ്ട്. എന്നല്ല പറഞ്ഞുവല്ലോ, പിതാവിനാണ് ബാധ്യത, അവർക്ക് ഭക്ഷണം നൽകേണ്ട ബാധ്യത, വസ്ത്രം നൽകേണ്ട ബാധ്യത, അതൊക്കെ പിതാക്കന്മാർക്ക് തന്നെയാണ്. ആ ബാധ്യത ഒരു ബാധ്യത വഹിക്കണം. അതോടൊപ്പം ആ മക്കളെ സ്വർഗാവകാശിയാകാൻ വേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നത്, ദീനിയായി വളർത്തുക എന്നത്, ആ മക്കൾക്ക് സ്വർഗത്തിന്റെ വഴിയിലേക്ക് പോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നത് അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. എന്നാണല്ലോ ഒരു പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാണ്. അവന്റെ ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് എന്നാണ്. പുരുഷന് ഉത്തരവാദിത്തമുണ്ട്, വീടിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം പുരുഷന്മാർക്കാണ്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും
ചെയ്യുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ പെണ്ണിനെ കുറിച്ചും പറഞ്ഞു വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവളാണ്. വമസ്ഊലത്തുൻ അൻ റഇയതിഹാ, ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കുടുംബനാഥന്മാർ എന്ന നിലയ്ക്ക് അവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. മക്കളുടെ വഴി എന്താണ്, മക്കളുടെ നിസ്കാരം എങ്ങനെയാണ്, അവർ നോമ്പെടുക്കുന്നുണ്ടോ, അവരുടെ ജീവിത രീതി എന്താണ്, ഹറാമുകൾ ചെയ്യുന്നുണ്ടോ, ഹലാലായ വഴിക്കാണോ ചെയ്യുന്നത്, അവരുടെ വിശ്വാസം ശരിയാണോ, തൗഹീദ് അവർ സ്വീകരിച്ചിട്ടുണ്ടോ, ശിർക്കിന്റെ വഴിയിലേക്ക് അവർ പോകുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങി ആ മേഖലയിൽ പ്രത്യേകമായ ശ്രദ്ധ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അതല്ലാതെ ഭക്ഷണം കൊടുത്തു, നല്ല വീടുണ്ടാക്കി കൊടുത്തു, വസ്ത്രം നൽകി, ആവശ്യമായ പണം നൽകി, അതോടുകൂടി എന്റെ ബാധ്യത കഴിഞ്ഞു എന്നല്ല വിചാരിക്കേണ്ടത്. എന്റെ ബാധ്യത അതിനപ്പുറത്ത് പ്രധാനപ്പെട്ട ചില ബാധ്യതയുണ്ട്. എന്റെ മക്കളെ ദീനിയായി വളർത്തൽ, അവർക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ആവശ്യമായ വഴികളെ അവർക്ക് പകർന്നു നൽകൽ അതെന്റെ ബാധ്യതയാണ്. 7-ാം വയസ്സിൽ നിസ്കാരം കൽപ്പിക്കാൻ പറഞ്ഞുവല്ലോ, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പറഞ്ഞുവല്ലോ. എന്തിനാത്? 10-ാം വയസ്സിൽ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമില്ല, വാജിബാകുന്നില്ല. പ്രായപൂർത്തിയായത് മുതലാണ് നമസ്കാരവും നോമ്പുമൊക്കെ വാജിബാകുന്നത്. എന്നിട്ട് പോലും 10-ാമത്തെ വയസ്സിൽ അവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞുവെങ്കിൽ ചില പാഠങ്ങൾ അതിലുണ്ട്. ആ 10 വയസ്സിലെങ്കിലും നിസ്കരിച്ച് ശീലിച്ചെങ്കിലേ അവൻ പിന്നെ ജീവിതകാലത്തേക്ക് ആ നിസ്കാരം എന്നത് ശീലമായി മാറുകയുള്ളൂ എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ സാഹിബ് ലാഇബ് വലദക സബ്അൻ വഅദ്ദിബ് വലദക സബ്അൻ വസാഹിബ് വലദക സബ്അൻ എന്നാണ്. ആദ്യത്തെ 7 കൊല്ലം നീ മക്കളെ കൂടെ കളിക്കണമെന്നാണ്. 7 വയസ്സ് വരെ മക്കളുടെ കളിക്കൂട്ടുകാരനായി ഉമ്മയും ബാപ്പയും ഉണ്ടാകണം. വഅദ്ദിബ് വലദക സബ്അൻ, അടുത്ത 7 കൊല്ലം 14 വയസ്സ് വരെയുള്ള കാലത്തിനിടയ്ക്ക് എല്ലാ അദബുകളും നീ പഠിപ്പിച്ചു കൊടുക്കണം. വസാഹിബ് വലദക സബ്അൻ, അടുത്ത 7 കൊല്ലം ആ മകന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി, ഏറ്റവും വലിയ സുഹൃത്തായി നീ ഉണ്ടാകണം. എന്നാലേ ആ മകനെ നമ്മൾ ഉദ്ദേശിച്ച ദീനിയായ വഴിയിൽ വളർത്താൻ സാധിക്കുകയുള്ളൂ. ആയ കാലത്തൊന്നും പഠിപ്പിക്കാതെ, ദീനിന്റെ വഴിയിലേക്ക് വിടാതെ, നിർദ്ദേശങ്ങൾ നൽകാതെ, അദബുകൾ പഠിപ്പിക്കാതെ അവസാനം ആ മകൻ വളർന്നു വലുതായി മോശക്കാരനായി മാറുമ്പോൾ എന്റെ മകൻ മോശമായി എന്ന് ആവലാതിപ്പതിൽ അർത്ഥമൊന്നുമില്ല. അവൻ തന്നെയാണ് ഉത്തരവാദി എന്ന് അവൻ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഈ ഘട്ടങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ മക്കളുണ്ട് എങ്കിൽ ആ മക്കളുടെ കളിക്കൂട്ടുകാരായ ഉമ്മയും ബാപ്പയുമാണ്. കൂടെ കളിക്കേണ്ടവരാണ് ഉമ്മയും ബാപ്പയും. ആ കളിയിലൂടെ നല്ല കുറെ ശീലങ്ങൾ അറിയാതെ അവർക്ക് ലഭിക്കുമെന്നർത്ഥം. അത് ആ നിലയ്ക്ക് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 7 മുതൽ 14 വരെയുള്ള 7 കൊല്ലത്തിനിടയിൽ എല്ലാ അദബുകളും ആ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. അടുത്ത 7 കൊല്ലം 21 വയസ്സ് വരെ ആ മകന്റെ, ആ മകളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി, അവന്റെ ഫ്രണ്ടായി ഉമ്മയും ബാപ്പയും നിലകൊള്ളണം. എങ്കിൽ പിന്നെ ആ മക്കളെ പേടിക്കാനില്ല. അവരുടെ ഏറ്റവും നല്ല വഴിയിൽ തന്നെ പിന്നീട് അങ്ങോട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ്. ആ ഭാഗത്ത് സഹോദരങ്ങളെ നമ്മുടെ നിലപാട് എന്ത് എന്ന് ഒരു ആലോചന ഈ സമയത്ത് അനിവാര്യമാണ്. അതേപോലെ മറ്റു ബന്ധങ്ങൾ, ഉമ്മയും ബാപ്പയും മക്കളുമല്ലാത്ത മറ്റ് ബന്ധങ്ങളെല്ലാം, ജേഷ്ഠാനിയന്മാർ, സഹോദരി സഹോദരന്മാർ, ഉമ്മയുടെ ജ്യേഷ്ഠത്തിനിയത്തിമാർ, ബാപ്പാന്റെ സഹോദരിമാർ, അതൊക്കെ പ്രത്യേകിച്ച് ബന്ധമുള്ളവർ തന്നെയാണ്. വിധങ്ങൾ പറഞ്ഞു അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, മാതൃ സഹോദരി മാതാവിന്റെ സ്ഥാനമാണ് എന്നാണ്. ഉമ്മാന്റെ ജ്യേഷ്ഠത്തി, ഉമ്മാന്റെ അനിയത്തി, അത് ഉമ്മാന്റെ സ്ഥാനമാണ്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മയുടെ സ്ഥാനമാണ്. ഉമ്മയുടെ സഹോദരിമാർക്ക് ഏതാണ്? ഉമ്മാന്റെ ജ്യേഷ്ഠത്തിമാരുണ്ടാകും, അനിയത്തിമാരുണ്ടാകും, ഇളാമ മൂത്തമ്മമാര്. അതൊന്നും നമുക്ക് കടപ്പാടില്ല എന്നല്ല. ഉമ്മയുടെ അതേ സ്ഥാനം അവർക്കുണ്ട് എന്നാണ് നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചത്. ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഇളാമയുണ്ട്, മൂത്തമ്മയുണ്ട്, കാലങ്ങളായി പോയി നോക്കിയിട്ട് യാതൊരു ബന്ധവുമില്ല, വീട് പോലും അറിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ബന്ധങ്ങൾ ഉണ്ടാകണം, അത് കടപ്പാടുണ്ട് നമുക്ക്. അതേ സ്ഥാനമാണ് പിതാവിന്റെ സഹോദരി സഹോദരന്മാർ, ഇളാപ്പ മൂത്താപ്പന്മാർ, പാപ്പാന്റെ പെങ്ങന്മാർ, ഉമ്മാന്റെ ആങ്ങളമാർ, അവരൊക്കെ ആ സ്ഥാനത്ത് വരുന്നവർ തന്നെയാണ്. ആ ബന്ധങ്ങളും വേണം നാം പ്രത്യേകമായി കണക്കിൽ നിൽക്കുക. പഴയ കാലത്ത് ഒരു പക്ഷേ താമസിക്കാൻ പോകാനും എപ്പോഴും സന്ദർശിക്കാനും അവരെ വീട്ടിൽ പോയി താമസിക്കലും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതൊക്കെ കുറെ അന്യം നിന്ന് പോയി. സാഹചര്യങ്ങൾ മാറി, അണുകുടുംബങ്ങളായി മാറി, എല്ലാവരും തിരക്കിലായി, ആർക്കും എവിടെയും പോകാനൊന്നും ഒരുപെട്ട സമയമില്ല. എന്നാലും അതിനിടയിലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങളാണ് അവയൊക്കെ തന്നെയും. അമ്മാവന്മാർ, എളാപ്പന്മാര്, മൂത്താപ്പന്മാര്, അമ്മായികൾ, ഇങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകിച്ചും കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങൾ തന്നെയാണ്. അതൊക്കെ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ പോകാൻ പാടില്ല. നമ്മൾ ആലോചിക്കുക, ഞാൻ ആലോചിക്കുക, എന്റെ ഇത്തരം
ബന്ധങ്ങളെ പറ്റി എത്ര കാലമായി അവരുമായി ഒന്ന് സംസാരിച്ചിട്ട്, എത്ര കാലമായി അവരൊന്ന് സന്ദർശിച്ചിട്ട്, എത്ര കാലമായി അവരുമായി ആ ബന്ധങ്ങളൊന്ന് നിലനിർത്തിയിട്ട് എന്ന് നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നിർവഹിക്കുകയാണ് വേണ്ടത്. അവിടെ തകരാറുണ്ടെങ്കിൽ സഹോദരങ്ങളെ ശരിയാക്കേണ്ടത് തന്നെയാണ്. റയ്യാൻ എന്ന കവാടം കടക്കാൻ അതൊക്കെ ആവശ്യം തന്നെയാണ്. നോമ്പ് മാത്രം പോരാ, ബാക്കിയെല്ലാം ശരിയാവേണ്ടതുണ്ട്. അതുപോലെയുള്ള മറ്റു അടുത്ത ബന്ധുക്കളും അകന്ന ബന്ധുക്കളും രണ്ടും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ. അടുത്ത ബന്ധുക്കളുമുണ്ട്, അകന്ന ബന്ധുക്കളുമുണ്ട്. അതെല്ലാം നിലനിർത്തണം. കുടുംബ ബന്ധം ഏറെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ പേരാണ് റഹ്മാൻ, അവന്റെ വിശേഷണമാണ് റഹ്മത്ത്. ആ റഹ്മത്ത് എന്ന റഹ്മാൻ എന്ന പദവുമായി ബന്ധമുള്ള പദമാണ് കുടുംബ ബന്ധത്തിൽ അള്ളാഹു നിശ്ചയിച്ചത്. റഹീം അർഹാം എന്നാണ് കുടുംബ ബന്ധങ്ങൾക്ക് അറബിയിൽ പറയുന്ന പദപ്രയോഗം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രയോഗം അതാണല്ലോ. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അർഹാം റഹീം അർഹാം എന്ന ആ പദം റഹ്മാൻ റഹ്മത്ത് എന്ന പദവുമായി ഭാഷാപരമായി ബന്ധമുള്ള പദമാണ്. അത്രയേറെ അല്ലാഹു തആല പ്രാധാന്യം കൊടുത്ത ഒന്നാണ് കുടുംബ ബന്ധങ്ങൾ എന്നർത്ഥം. നബി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു തആല സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയപ്പോൾ, എല്ലാത്തിനും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നുവെന്നാണ്. കുടുംബ ബന്ധം എഴുന്നേറ്റ് എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഹാദാ മഖാമുൽ ആഇദി ബിക മിൻ ഖതിഅ, അല്ലാഹുവേ മുറിച്ചു പോകുന്നില്ലെന്ന് എന്നോട് ഞാൻ കാവൽ തേടിക്കൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്നാണ്. മുറിച്ചു പോകുമോ, എന്നെ മുറിച്ചു കളയുമോ എന്ന ആ ഭയത്തിൽ നിന്നാണ് ഞാൻ എന്നോട് കാവൽ തേടുന്ന റബ്ബേ എന്ന് കുടുംബ ബന്ധം അല്ലാഹുവോട് ആവശ്യപ്പെട്ടു. അല്ലാഹു തആല പറഞ്ഞു, എനിക്ക് തൃപ്തിയാകുവോളം ഞാൻ തരാം. അമാ തല്ലാ അൻ അസില മൻ വസലക വഅഖതഅ മൻ ഖതഅക. നീയുമായി ബന്ധം ചേർക്കുന്നവരെ ഞാനും ബന്ധം ചേർക്കാം, നീയുമായി ബന്ധം മുറിക്കുന്നവരെ ഞാനും ബന്ധം മുറിക്കാം. എനിക്കതിൽ തൃപ്തിയായിട്ടില്ല എന്ന കുടുംബ ബന്ധത്തിന് അല്ലാഹു കൊടുത്ത ഓഫറാണ്. എല്ലാ കുടുംബ ബന്ധങ്ങളും, അകന്ന ബന്ധമാകട്ടെ അടുത്ത ബന്ധമാകട്ടെ, കുടുംബ ബന്ധം എന്നതിന് അല്ലാഹു തആല കൊടുത്ത ഓഫറാണ്. കുടുംബ ബന്ധം മുറിച്ചവരുമായി അല്ലാഹു തആലക്ക് ബന്ധമില്ല. കുടുംബബന്ധം ചേർത്തവരുമായി അല്ലാഹു തആല ബന്ധം ചേർക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ബോധമാണ് ആ ബന്ധങ്ങളിൽ നമുക്കുണ്ടാവേണ്ടത്. ആ ഒരു ബന്ധം മുറിഞ്ഞാൽ പടച്ച റബ്ബുമായിട്ടാണ് എന്റെ ബന്ധം മുറിയുന്നത്. നിസ്സാര കാര്യങ്ങൾക്കാണ് പലരുമായും തെറ്റിയത്. എളാപ്പയുമായി പതിറ്റാണ്ടുകളായി തെറ്റിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അമ്മാവന്റെ വീട്ടിലേക്ക് കാലങ്ങളായി പോയിട്ടില്ല. എന്തേ കാര്യം? ചെറിയ ചില പ്രശ്നങ്ങൾ, ഒരു വാക്കിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം, എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ, അതിന്റെ പേരിൽ ആ ബന്ധം കാലങ്ങളായി പതിറ്റാണ്ടുകളായി മുറിച്ചു കളഞ്ഞ മനുഷ്യന്മാർ അവർ തിരിച്ചറിയേണ്ടത് പടച്ച റബ്ബുമായാണ് ഞാൻ ബന്ധം മുറിക്കുന്നത്. അർഹാമെന്ന റഹ്മത്തുമായി ബന്ധമുള്ള, റഹ്മാനുമായി ബന്ധമുള്ള, റഹീമുമായി ബന്ധമുള്ളതിനെയാണ് ഞാൻ മുറിച്ചു കളയുന്നത്. പടച്ച റബ്ബാണ് എന്നോട് ബന്ധം മുറിക്കുക എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം എല്ലാ ബന്ധങ്ങളെയും, അടുത്ത ബന്ധമാണെങ്കിലും അകന്ന ബന്ധമാണെങ്കിലും ആ എല്ലാ ബന്ധങ്ങളെയും പ്രത്യേകിച്ചും നിലനിർത്താൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടേക്ക് സന്ദർശനം, ഒരു നല്ല വാക്ക് പറയുക, ആ ബന്ധങ്ങൾ മുറിയാതെ പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്നപ്പോൾ മക്കയിലുള്ള ബന്ധുക്കൾ പോലും നബിയുമായി ബന്ധം മുറിച്ചു കളഞ്ഞു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും നബി തങ്ങൾ അവരോട് പോലും ആവശ്യപ്പെട്ടതാണ്, എനിക്ക് നിങ്ങൾ പ്രതിഫലം നൽകേണ്ടതില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, ആ കുടുംബ ബന്ധത്തിലുള്ള സ്നേഹങ്ങൾ അത് നിങ്ങൾ എനിക്ക് നിലനിർത്തി തരണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുവെന്നാണ് നബി തങ്ങൾ ആവശ്യപ്പെട്ടത്. അവരോട് പോലും ബന്ധം മുറിച്ചത് പ്രവാചകർക്ക് പ്രയാസമുണ്ടായി എന്നർത്ഥം. നബി തങ്ങളുടെ വാപ്പ അബ്ദുല്ല ചെറുപ്പത്തിലെ മരിച്ചുപോയതാണല്ലോ. നബി തങ്ങളുടെ വാപ്പാന്റെ സഹോദരനാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ. ഹദീസുകളിൽ കാണാം, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യറാ ലിൽ അബ്ബാസി മാ യറൽ വലദു ലിൽ വാലിദി. ഒരു മകൻ പിതാവിനോട് കാണിക്കുന്ന വാത്സല്യം നബി തങ്ങൾ അബ്ബാസിനോട് കാണിക്കുമായിരുന്നുവെന്നാണ്. വാപ്പാന്റെ സഹോദരനാണ്. ആ വാപ്പയുടെ സഹോദരനോട് നബിക്കുള്ള വാത്സല്യം, വാപ്പയോട് കാണിക്കുന്ന അതേ ബന്ധം, അതേ സ്നേഹം നബി തങ്ങൾ കാണിക്കാറുണ്ട് എളാപ്പമുത്താപ്പന്മാരുമായിട്ട് എന്നാണ് നബിയെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടത്. സഹോദരങ്ങളെ, ആ ഭാഗത്ത് നാം നമ്മളെ പറ്റി ആലോചിക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്.
അതുപോലെ കുടുംബബന്ധം പോലെ തന്നെ അതേ സ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട കുടുംബങ്ങളല്ലെങ്കിലും അതേ സ്ഥാനത്തിൽ കണിശമായി ഗൗരവമായി പഠിപ്പിക്കപ്പെട്ട മറ്റൊരു ബന്ധമാണ് അയൽപക്ക ബന്ധം. അൽജാർ, അയൽപക്ക ബന്ധം. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് എടുത്തു പറഞ്ഞത്? ബന്ധങ്ങൾ പറഞ്ഞെടുത്തെല്ലാം തുടങ്ങിയ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബന്ധങ്ങൾ ചേർക്കാൻ പറഞ്ഞ അവിടേക്ക് അന്ന് എടുത്തു പറഞ്ഞ ഒന്നാണ് ജാർ, അയൽവാസി. അയൽവാസിയെ പറയാതെ ഒരു ബന്ധങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഏത് ബന്ധം പറഞ്ഞപ്പോഴും, എല്ലാ ബന്ധങ്ങളും പറഞ്ഞപ്പോഴും അവിടെയൊക്കെ അയൽവാസിയെ പറ്റി പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അയൽവാസി രക്തബന്ധമുള്ളവനല്ല, എന്നാലും അയൽവാസിയോട് പ്രത്യേകമായ കടപ്പാടുകൾ നമുക്കുണ്ട് എന്നർത്ഥം. നബി തങ്ങൾ പറഞ്ഞു, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എൻ്റെ അടുക്കൽ, എന്നിട്ട് എന്നോട് അയൽവാസിയെ കുറിച്ച് വസിയത്തുകൾ നൽകി. ധാരാളമായ ഉപദേശം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് കൊടുക്കുന്നു. എന്തിന്? അയൽവാസിയുടെ കാര്യം. നബിയുടെ അയൽവാസി എല്ലാവരും മുസ്ലിമീങ്ങളൊന്നുമല്ല. മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും നബി തങ്ങളുടെ അയൽവാസികൾ എല്ലാവരും മുസ്ലിമീങ്ങളൊന്നുമല്ല. യഹൂദികൾ അയൽവാസികളായിട്ടുണ്ട് മദീനയിൽ, നസറാക്കൾ അയൽവാസികളായിട്ടുണ്ട്, മുസ്ലിമീങ്ങളും അയൽവാസികളായിട്ടുണ്ട്. പക്ഷേ ആ വേർതിരിവില്ലാതെയാണ് അയൽവാസിയുടെ കാര്യത്തിൽ എന്നോട് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. ജിബ്രീലിന്റെ ആ ഉപദേശം കേട്ടപ്പോൾ, ധാരാളമായി അയൽവാസിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിൽ അയൽവാസിക്കും വിഹിതമുണ്ട് എന്ന് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമോ എന്ന് വരെ തോന്നിപ്പോയതാണ്. ഞാൻ മരിച്ചാല് എന്റെ സ്വത്തിന്റെ ഒരു വിഹിതം അയൽവാസിക്കും കൊടുക്കണം എന്ന് പറയുമോ എന്ന് വരെ തോന്നാൻ മാത്രം എന്നോട് അയൽവാസിയെ കുറിച്ച് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉപദേശങ്ങൾ നൽകി എന്നാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അയൽവാസികൾ മൂന്ന് രൂപത്തിലാണ്. ഒന്ന്, കുടുംബബന്ധമുള്ള മുസ്ലിമായ അയൽവാസി. മുസ്ലിമാണ്, ബന്ധുവാണ്, അയൽവാസിയാണ്. അവരുമായി ബന്ധം ചേർക്കുമ്പോൾ ഈ മൂന്ന് ബന്ധങ്ങളും ചേർത്ത പ്രതിഫലമാണ് കിട്ടുക. ഒന്ന് ആദർശ ബന്ധം, ഇസ്ലാമിന്റെ ബന്ധം. രണ്ട്, കുടുംബ ബന്ധം. മൂന്ന്, അയൽപക്ക ബന്ധം. ഈ മൂന്ന് ബന്ധങ്ങൾ ചേർത്ത പ്രതിഫലം ഒന്നിച്ചു കിട്ടും അയൽവാസി കുടുംബക്കാരാണ്. ഇനി കുടുംബക്കാരനല്ല, മുസ്ലിമാണ്, അവരുമായി ബന്ധം ചേർക്കുമ്പോൾ രണ്ട് ബന്ധം ചേർത്ത കൂലി കിട്ടും. അയൽപക്ക ബന്ധം ചേർത്ത കൂലി കിട്ടുന്നു, അതോടൊപ്പം ഇസ്ലാമിന്റെ ബന്ധം, ആദർശ ബന്ധം ചേർത്ത കൂലിയും കിട്ടുന്നു. മൂന്നാമതായി, അയൽവാസി മുസ്ലിം അല്ല, ബന്ധുവല്ല, മറ്റൊരു മതക്കാരനാണ്, അവനുമായി ബന്ധം ചേർക്കുമ്പോൾ അയൽപക്ക ബന്ധം ചേർത്ത കൂലി അവിടെയും കിട്ടുന്നു. അതിന് കുറവൊന്നുമില്ല. ആ അയൽവാസിയുടെ ക്ഷേമങ്ങളെ, ക്ഷാമങ്ങളെ എല്ലാം അന്വേഷിക്കാനാണ് നബി നമ്മൾ ആവശ്യപ്പെട്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അയൽവാസി ഭക്ഷണം കഴിക്കുന്നുണ്ട്, പട്ടിണിയല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇപ്പുറത്തുള്ള അയൽവാസിക്കുണ്ട് എന്നാണല്ലോ. അങ്ങനെ ഓരോന്നിലും ഇടപെട്ടുകൊണ്ട്, കൊണ്ടും കൊടുത്തും എല്ലാ ബന്ധങ്ങളും നിലർച്ചയും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചുമാണ് അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ടത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, യാ അബൂദർ ഇദാ തബഖത മറഖ ഫഅക്സിർ മാഅഹാ വതആഹദ ജീറാനക. അല്ലയോ അബൂദർറെ, നിന്റെ വീട്ടിൽ ഒരു കറി വെച്ചാൽ പോലും അയൽവാസി കൊടുക്കാൻ മാത്രമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, അയൽവാസിയെ പരിഗണിക്കാനില്ല. എന്നാൽ ഒരൽപ്പം വെള്ളം കൂട്ടിവെച്ചോ, എന്നിട്ടെങ്കിലും അയൽവാസിയെ പരിഗണിക്കണേ എന്നാണ്. വെള്ളം കുറച്ച് കൂട്ടിയിട്ടെങ്കിലും അവനും കൂടെ ഉണ്ടാക്കാൻ, അധികമായി ഉണ്ടാക്കാൻ വകുപ്പില്ല, അതിൽ മാത്രമില്ല. എന്നാൽ ശരി, ഒരൽപ്പം വെള്ളം ചേർത്തിട്ടെങ്കിലും കുറച്ച് അധികം കറിയാക്കിയിട്ടെങ്കിലും അയൽവാസിയെ നീ പരിഗണിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശമാണ്. ആ ബന്ധങ്ങളൊന്നും മുറിച്ചു കളയാനുള്ളതല്ല. അയൽപ്പക്കത്ത് ആര് താമസിക്കുന്നു എന്ന് പോലും അറിയാത്ത ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാലുപാടും വലിയ മതിലും ഗേറ്റും വെച്ച് തൊട്ടപ്പുറത്തെ വീട് ആരാണെന്ന് പോലും അറിയാത്ത, വർഷങ്ങളായി നമ്മുടെ വീട്ടിൽ താമസമാക്കിയിട്ട് പക്ഷേ അടുത്ത വീട്ടിലേക്ക് ഇരുന്നേവരെ പോയി നോക്കിയിട്ടില്ല എന്ന അവസ്ഥയുള്ള മനുഷ്യന്മാര് പോലും ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, വല്ലാത്ത ഭാഗ്യം കെട്ടവർ തന്നെയാണ്.
നമ്മൾ ആലോചിക്കുക, എന്റെ വീട് ഞാൻ താമസമാക്കിയ കാലം എത്രയായി? അത്രയും കാലം താമസിച്ചിട്ട് എന്റെ ചുറ്റുഭാഗത്തെ വീടുകളിൽ ഞാനൊന്ന് പോയിട്ടുണ്ടോ, ഒന്ന് കയറിയിട്ടുണ്ടോ? ആരാണ് അയൽപക്കത്തുള്ളത്, എന്താണ് അവന്റെ അവസ്ഥ, എന്താണ് അയാളുടെ സാഹചര്യമെന്ന് ഒന്ന് അന്വേഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് അവരെ പറ്റി സ്വയം ഒരു ആത്മപരിശോധന സഹോദരങ്ങളെ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതൊന്നും അറിയാതെ, അതൊന്നും നോക്കാതെ നമുക്ക് നമ്മുടെ വഴിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അതൊന്നും സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് എത്തുന്ന മാർഗമല്ല എന്ന് തിരിച്ചറിയുക. അവരെന്തെങ്കിലേക്കൂടെ ഇരിക്കുന്ന ബാധ്യത എന്നല്ല. അയൽവാസികൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കതിന് കാര്യമില്ല എന്നല്ല. അവൻ എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്നല്ല. അവൻ നമ്മെ പരിഗണിക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് ഏതായാലും പരിഗണിക്കണം. നബിതങ്ങൾ പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫഅ. ഇങ്ങോട്ട് ബന്ധം ചേർക്കുമ്പോൾ അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതല്ല ബന്ധം ചേർക്കല്ല. അതെല്ലാവർക്കും പറ്റും. ഇങ്ങോട്ട് നല്ലതൊക്കെ നിൽക്കുമ്പോൾ അങ്ങോട്ട് മാന്യമായി നിൽക്കുക, അതാർക്കാ കഴിയാത്തത്. എന്നാൽ ഇങ്ങോട്ട് ബന്ധം മുറിക്കുമ്പോഴും അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതാണ് ശരിയായ ബന്ധമെന്നാണ്. മറ്റെല്ലാവർക്കും അത് ദീന്റെ ആവശ്യമില്ല. നമ്മോട് മാന്യമായി പെരുമാറുന്ന ഒരാളോട് നമ്മളിങ്ങനെ മാന്യമല്ലാതെ പെരുമാറും, സ്വാഭാവികം. ബസ് കയറി ഒരാൾ നമുക്ക് സീറ്റ് ഒഴിഞ്ഞെന്നാൽ നമ്മൾ പറയാം വേണ്ട നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയുന്നത്, അതൊരു മാന്യതയാണ്. എന്നാൽ ഒരാൾ എണീറ്റില്ലെങ്കിലോ എന്താ ഇയാൾ പ്രായമായ എന്നെ കണ്ടിട്ട് പോലും ഒന്ന് എണീക്കുന്നില്ല എന്ന് തോന്നല് തിരിച്ചുണ്ടാവും ചെയ്യുന്നു. അപ്പൊ ഇങ്ങോട്ട് ബന്ധം ചേർക്കുമ്പോൾ അങ്ങോട്ടും ബന്ധം ചേർക്കുക, അത് വലിയ കാര്യമല്ല. അത് എല്ലാവർക്കും പറ്റും, അത് എല്ലാ മാന്യന്മാരും ചെയ്യുന്ന പണിയാണ്. എന്നാൽ ഇങ്ങോട്ട് ബന്ധം മുറിച്ചു കളയുമ്പോഴും അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതാണ് ഈമാൻ, അതാണ് വിശ്വാസം. അതാണ് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ പ്രത്യുപകാരം ചെയ്യുക, അതല്ല ബന്ധം ചേർക്കൽ. അതിനപ്പുറത്ത് ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരോടും അങ്ങോട്ട് ചെന്ന് കണ്ട് ബന്ധങ്ങൾ ചേർക്കാനാണ് നമുക്ക് സാധിക്കുന്നത്. അയൽപക്ക ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ സമൂഹത്തിൽ ബന്ധമുണ്ടാക്കേണ്ടുന്ന ധാരാളം ആളുകൾ നമുക്കുണ്ട്. നാമുമായി ഏതൊക്കെ അർത്ഥത്തിൽ ഇടപെടുന്ന ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ ആ ബന്ധങ്ങൾ സുഹൃത്തുക്കൾ വലിയ ബന്ധമായി അല്ലാഹു എടുത്തു പറഞ്ഞ ഒന്നാണ്. സുഹൃത്തുക്കൾ എടുത്തു പറഞ്ഞു. കയറാൻ പറ്റുന്ന വീട് പറഞ്ഞപ്പോൾ പോലും നിങ്ങളെ കൂട്ടുകാരന്റെ വീട് എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർക്ക് വലിയ ബന്ധമുണ്ട്. ദീനിയായ കൂട്ടുകെട്ടാണ് ഉണ്ടാവേണ്ടത് എന്ന് മാത്രം. നമ്മുടെ കൂട്ടുകാർ അവർക്ക് പ്രത്യേകമായ സ്ഥാനം അല്ലാഹു കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒന്നാണ് സ്വദീഖ്, കൂട്ടുകാരൻ എന്നത്. കൂട്ടുകാരന്റെ വീട്ടിൽ നമുക്ക് പ്രത്യേകമായ ഒരു അവകാശമുണ്ട് എന്നാണ് അല്ലാഹു തആല എടുത്തു പറയുന്നത്. അതും വേണം നിലനിർത്തി പോവുക. നല്ല കൂട്ടുകെട്ടാവണം. കാരണം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനു പ്രകാരമായി. കൂട്ടുകാരൻ ദീനുണ്ടോ നമുക്ക് ദീനുണ്ടാകും. അവൻ പിഴച്ചോ നമ്മൾ പിഴക്കും. അവൻ തോന്നിവാസിയാണോ നമ്മൾ തോന്നിവാസിയാകും. അവൻ തെറ്റായ വഴിക്കാണോ നമ്മൾ തെറ്റായ വഴിക്കാകും. അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനു പ്രകാരമാണ്. ഫൽയൻദുർ അഹദുകും ബിമൻ യുഖാലിൽ. അതുകൊണ്ട് ആരോടാണ് തന്റെ സംഘാതമെന്ന് ഓരോരുത്തരും നന്നായി ആലോചിക്കട്ടെ. കിട്ടിയ ആരുമായും ബന്ധമുണ്ടാക്കുന്നതല്ല, ഏതു മനുഷ്യനെയും കൂട്ടുകാരനായി സ്വീകരിക്കലല്ല. കൂട്ടുകാരന് നമ്മുടെ ദീനിൽ സ്വാധീനമുണ്ടാകും. എന്റെ വിശ്വാസത്തിൽ, എന്റെ സ്വഭാവങ്ങളിൽ, എന്റെ സംസ്കാരങ്ങളിൽ എന്റെ കൂട്ടുകാരന് സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ശരിയായ മനുഷ്യന്മാരുമായിട്ടാണ് മുസാഹബത്തുണ്ടാവേണ്ടത്, കൂട്ടുകൂടേണ്ടത് എന്നാണ്. ആത്മബന്ധങ്ങൾ അത് വിശ്വാസത്തോട് മാത്രമാണ്. ഇന്നമാ വലിയുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. നിങ്ങളെ വലിയ ആത്മമിത്രമാക്കേണ്ടത് ഒന്ന് പടച്ചറപ്പിനെ, രണ്ടവന്റെ റസൂലിനെ, വല്ലദീന ആമനു ഈമാനുള്ളവരെ, അല്ലദീന യുഖീമുന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ. നിസ്കാരമുള്ള, സകാത്ത് കൊടുക്കുന്ന, റുകൂഅ് നിർവഹിക്കുന്ന, തഖ്വയുള്ള ആളുകളുമായിട്ടാണ് എന്റെ ആത്മബന്ധം ഉണ്ടാവേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പരിചയപ്പെടുത്തിയത്. മുതിർന്ന ആളുകൾ, പ്രായം കുറഞ്ഞവർ, അവരോട് ചില ബന്ധങ്ങൾ നമുക്കുണ്ട്. മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക, അതില്ലാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നാണ്. വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവൻ. അത് ആരായാലും ശരി, മുതിർന്ന ആൾ, നമ്മേക്കാൾ പ്രായം കൂടിയവർ, അവർക്കൊരു ബഹുമാനമാണ്. നമ്മേക്കാൾ പ്രായം കൂടിയവർ, അവർക്കൊരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്.
പ്രായം കുറഞ്ഞവർ, അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്, അവർക്ക് അവരോടൊരു കാരുണ്യം. അത് ഈമാനിന്റെ ഇസ്ലാമിന്റെ ഭാഗമാണ്. അതില്ലാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്നാണ്. താമസിക്കുന്ന നാടിനോട് ബന്ധമുണ്ട്, രാജ്യത്തോട് ബന്ധമുണ്ട്, ഭരണാർത്ഥങ്ങളോട് ബന്ധമുണ്ട്. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളാണ്. അമ്പിയാക്കന്മാരൊക്കെ ആ സമൂഹം നൽകിയ താക്കീതെന്താ? പ്രവാചകന്മാരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ആ സമൂഹം പറഞ്ഞ ഒരു ഭീഷണി, ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കുമെന്നായിരുന്നു. ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ് അവർ പറഞ്ഞത്. നബിതങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കി പോകുമ്പോൾ നബിതങ്ങൾ പറഞ്ഞുവല്ലോ, മക്കയിലേക്ക് നോക്കി പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് ഈ മക്കയാണ്. പക്ഷേ ഈ നാട്ടുകാർ എന്നെ പുറത്താക്കുന്നു, അതുകൊണ്ടാ പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുമായിരുന്നില്ല. നാടുമായി ബന്ധം സ്വാഭാവികമായും ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നില്ല. അതേപോലെ സാമൂഹികമായി ഉണ്ടാക്കുന്ന എല്ലാ ബന്ധങ്ങളെയും, സാമൂഹ്യമായി ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ, നാട്ടുകാരെ നിൽക്കുന്ന ബന്ധങ്ങൾ, സാമൂഹ്യമായി സൃഷ്ടിച്ചെടുക്കുന്ന ബന്ധങ്ങൾ, അവിടെയൊക്കെ ചില കടപ്പാടുകൾ നമുക്കുണ്ട്. എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഇടപെട്ടും തന്നെയാണ് ഒരു വിശ്വാസി പോകേണ്ടത് എന്നർത്ഥമല്ല. ഞാനും എന്റെ ജോലിയും എന്റെ വീടും എന്റെ കുടുംബവും, അതിനപ്പുറത്തേക്ക് എനിക്ക് ലോകമില്ല എന്നല്ല. അൽ മുഅ്മിനു യഅലിഫ് വയുഅലഫ് വലാ ഖൈറ ഫീമൻ ലാ യഅലിഫ് വലാ യുഅലഫ്. വിശ്വാസി ഇണങ്ങുന്നവരാണ്, ഇണങ്ങാത്തവരാണ്. സത്യവിശ്വാസി എല്ലാവരുമായും ഇണങ്ങും, എല്ലാവർക്കും ഇങ്ങോട്ടും ഇണങ്ങാൻ പറ്റും. ആർക്കും അടുക്കാൻ പറ്റാത്ത സ്വഭാവം അതല്ല മുഅ്മിൻ. അയാൾക്ക് അടുക്കാൻ പറ്റൂല, അയാളുമായി ബന്ധം പറ്റൂല, അയാളെ കൂടെ കച്ചവടം പറ്റൂല, അയാളെപ്പുറത്ത് താമസിക്കാൻ പറ്റൂല, അയാളുമായി ഒരു ഇടപാടും പറ്റൂല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് ഒരാളെ പറ്റി അഭിപ്രായം ഉണ്ടെങ്കിൽ അയാളെ ഈമാനാണ് കോട്ടമുള്ളത്. മുഅ്മിനാണോ യഅലിഫു വയുഅലഫു, അവൻ ഇണങ്ങുകയും ഇണങ്ങാൻ പറ്റുകയും ചെയ്യുന്നവനാണ്. വലാ ഖൈറ ഫീമൻ ലാ യഅലിഫ് വലാ യുഅലഫ്, ഇണങ്ങാൻ പറ്റാത്തവനിൽ യാതൊരു ഖൈറുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുമായി ഇണങ്ങാൻ കഴിയണം, വലിപ്പ ചെറുപ്പമില്ലാതെ ഇടപെടാൻ പറ്റണം. നമ്മുടെ കിടത്തോട് മാത്രം ബന്ധം, താഴെയുള്ളോട് ബന്ധമില്ല അല്ല. അതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ മക്കളോട് പോലും സലാം പറയാറുണ്ട് എന്നാണ്. ചെറിയ കുട്ടികളോട് പോലും സലാം പറയാറുണ്ട്. ഗ്രാമീണരായ ആളുകൾ നബിയുടെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോകാറുണ്ട്. അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരുവോളം നബിതങ്ങൾ അവർക്ക് കാതു കൊടുക്കാറുണ്ട്. അവരും കാര്യപ്പെട്ട മനുഷ്യന്മാരായിട്ടല്ല, വലിയ വലിയ ആളുകളായിട്ടല്ല, വളരെ ഗ്രാമീണരായ ബദുക്കളായ ആളുകൾ. അത്തരം ആളുകൾ പോലും നബിതങ്ങളെ കാണാൻ വരികയും സ്ത്രീകൾ പോലും, ഗ്രാമീണരായ സ്ത്രീകൾ പോലും, അറബികളായ സ്ത്രീകൾ പോലും നബിതങ്ങളുടെ മുമ്പിൽ വന്നാൽ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ നബിതങ്ങൾ സമയം കൊടുക്കാറുണ്ട്. അയാളൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റൂല, ഓരോന്നും അതിന് പറ്റുന്നല്ല എന്നല്ല. എല്ലാവരുമായുള്ള ബന്ധം, എല്ലാവരുമായും ഇണങ്ങിയും ഇങ്ങോട്ട് ഇണങ്ങാൻ പറ്റിയുമാണ് ഒരു വിശ്വാസം നിലകൊള്ളേണ്ടത്. ഞാൻ വലിയ കാര്യപ്പെട്ട ആളാണ്, ഞാൻ വലിയ ദർശനുള്ള ആളാണ്, അവിടെ ഞാനുമായി ബന്ധമുള്ള എന്നെ പോലൊക്കെ പറ്റുള്ളൂ, അതേ നിലവാരമുള്ളവരെ പറ്റുകയുള്ളൂ എന്നല്ല ഒരു വിശ്വാസിയുടെ ചിന്ത. എനിക്ക് സ്ഥാനമെല്ലാം നൽകിയവൻ അല്ലാഹുവാണ്. ഈ സൗകര്യങ്ങൾ, ഈ വിദ്യാഭ്യാസം, ഈ സമ്പത്ത്, ഇതെല്ലാം നൽകിയ അല്ലാഹുവാണ്. അതില്ലാതാക്കാൻ നിമിഷം മതി, മറ്റൊരു എടുത്തു കൊടുക്കാനും നിമിഷങ്ങൾ മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചറപ്പിനെ കുറിച്ചുള്ള ബോധം, ആ വിനയം, അതാണ് ഏറ്റവും പ്രധാനം. എല്ലാവരുമായും ഇടപെട്ടും എല്ലാവരുടെ പ്രശ്നവും അറിഞ്ഞുകൊണ്ട് ആർക്കെന്ത് പ്രശ്നമുണ്ടോ അതൊക്കെ ഏറ്റെടുക്കാൻ, അവിടെ അത്താടിയാകാൻ ഒരു വിശ്വാസിക്ക് പറ്റണം. ഒരു വിശ്വാസി ഒരു അത്താടിയാണ് സമൂഹത്തിന്റെ. ഒരു വിശ്വാസി ആ സമൂഹത്തിന്റെ അത്താടിയാണ്, ആ നാടിന്റെ അത്താടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ തീരുമാനിക്കുമ്പോഴാണല്ലോ ഇബ്നു ദുഗന്ന എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത മനുഷ്യൻ വഴിയിൽ വെച്ച് കാണുന്നു. ചോദിക്കുന്നു, അബൂബക്കർ എങ്ങോട്ടാണ് യാത്ര? ഞാൻ പോവാണ്, മക്ക വിട്ടു പോവുകയാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ, എന്റെ ദീന പ്രകാരം ജീവിക്കാൻ ഈ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണ് നാട്ടിൽ നിന്ന്, വേറെ എവിടെയെങ്കിലും പോയി ഇനി സുറ്റുകാർ ഞാൻ ജീവിച്ചു കൊള്ളാം. ഇബ്നു ദുഗന്ന മുസ്ലിം അല്ല. ഇബ്നു ദുഗന്ന പറയാണ്, അബൂബക്കർ, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല, ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാനും പാടില്ല. നിങ്ങളെപ്പോലത്തെ ആളുകൾ നാട്ടിന് ആവശ്യമാണ്, ഈ നാട്ടിന് ആവശ്യമാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് പോകാനും പറ്റൂല, നിങ്ങളൊന്നും നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാനും പറ്റൂല. നിങ്ങൾ വരും, ഞാൻ ഏറ്റു, നിങ്ങൾ ഉത്തരവാദിത്തമല്ല. അന്ന് മക്കത്ത് സംവിധാനമുണ്ട്. മക്കയിൽ ഒരാൾക്ക് മറ്റൊരാളെ സംരക്ഷണം ഏറ്റെടുക്കാം.
സംരക്ഷണം ഏറ്റെടുത്താൽ അയാൾ പ്രഖ്യാപിക്കും ഇയാൾ ഉത്തരവാദിത്വം ഞാൻ ഏറ്റിരിക്കുന്നു. പിന്നെ മറ്റാൾ ആരൊന്നും ചെയ്യൂ. പിന്നെ അയാളെ കൂടെ ശല്യമുണ്ടെങ്കിൽ ഏറ്റാളെ വന്ന് കണ്ട് പറയും നിങ്ങൾ ഏറ്റതാണല്ലോ ഒന്ന് അയാൾ അറിയിക്കാൻ പറയും. ഇയാളൊന്നും പറയാം. അബൂബക്കർ സിദ്ദീഖിനെയും കൂട്ടി തിരിച്ചു വന്നിട്ട് പ്രഖ്യാപിച്ചു ഇത് അബൂബക്കറിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റിരിക്കുന്നു. ഇത് അബൂബക്കർ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. അതാണ് വിശ്വാസിയുടെ ഒരു ശരിയായ ചിത്രം. എല്ലാവർക്കും അത്താണിയാണ്. നബി തങ്ങൾ പ്രഖ്യാപിക്കുമായിരുന്നു മൻ തറക ദൈനൻ ഔ ഇയാലൻ ഫഇലയ്യ ഔ അലയ്യ. ആരെങ്കിലും മരിക്കുമ്പോൾ കടം ബാക്കിയുണ്ട് എങ്കിൽ, ആരെങ്കിലും മരിക്കുമ്പോൾ ചെറിയ ചെറിയ മക്കള് അധ്വാനിക്കാൻ പ്രായമാകാത്ത ചെറിയ മക്കളെ ബാക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത് എങ്കിൽ ഫഇലയ്യ ഔ അലയ്യ, അത് എന്നിലേക്കാണ്, അത് എന്റെ മേലാണ്, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതാണ്. ആര് മരിച്ചാലും മരിച്ചവന് കടമുണ്ടോ ഇങ്ങോട്ട് പറഞ്ഞേച്ചോളി, ഞാൻ ഏറ്റെടുത്തു. ആരെങ്കിലും മരിക്കുമ്പോൾ ചെറിയ ചെറിയ മക്കൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേച്ചോളൂ, ഞാൻ ഏറ്റെടുക്കാം. അവിടെ സംരക്ഷണം എന്താണ്? നബിക്ക് ധാരാളം സമ്പത്തുണ്ടായിട്ടല്ല, വലിയ മുതലാളിയായിട്ടല്ല, എല്ലാവരും കടം ഏറ്റെടുക്കാൻ മാത്രം പൈസ ഉണ്ടായിട്ടല്ല, പക്ഷെ മറ്റുള്ളവന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാം. ഞാൻ ഏറ്റെടുക്കാം, ഇങ്ങോട്ട് തന്നോളൂ, ഇങ്ങോട്ട് അയച്ചോളൂ, ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയാനുള്ളൊരു മനസ്സ്, അത് ഏതെങ്കിലും വഴിക്കൊക്കെ അത് പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെ ആകും. അല്ല ഞാനിപ്പോ ഏറ്റവും എന്താ ചെയ്യാ, എനിക്കുള്ള പൈസ എന്ന് ആലോചിച്ചാലോ സാധിച്ചോളുന്നില്ല. നബിതങ്ങൾ മുഴുവൻ 2 മാസം തീ കത്താത്ത വീടാണ് നബിതങ്ങളുടെ വീട്. ആ നബിതങ്ങളാണ് പറയുന്നത് ആര് മരിച്ചാലും ശരി കടമുണ്ടോ എന്റെ അടുത്തേക്ക് വിട്ടോളി. ചെറിയ ചെറിയ മക്കളെ ബാക്കി വെച്ചുകൊണ്ടാണോ ഞാൻ ഏറ്റെടുക്കാമെന്ന് നബി തങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്നാൽ മരിക്കുമ്പോൾ സ്വത്ത് ബാക്കിയുണ്ടോ അത് അവകാശികൾക്കുള്ളതാണ്, അതെനിക്ക് വേണ്ട. സ്വത്ത് ബാക്കി വെച്ച് പോയാൽ അതും ഇങ്ങോട്ട് കൊടുത്തേക്ക് എന്ന് പറയാനോ വേണമെങ്കിൽ അത് പറഞ്ഞില്ല, അത് അവകാശം പോട്ടെ. കടമുണ്ടോ ഞാൻ ഏറ്റു, ചെറിയ ചെറിയ മക്കളുണ്ടോ ഞാൻ ഏറ്റു, അല്ല എല്ലാവർക്കും അത്താണി. അതുകൊണ്ടാണ് നബിതങ്ങൾ ആദ്യമായി വഹി കിട്ടി പേടിച്ച് വിറച്ച് പലിച്ചു വരുമ്പോ ഭാര്യ സമാധാനിപ്പിച്ച ഫലങ്ങളിൽ കാണാം അള്ളാഹുവിന്റെ കൈയൊഴിയൂല. നമുക്കെല്ലാം പരിചയമുള്ള പടച്ചറബിനെ കൈയൊഴിയൂല. കാരണം നിങ്ങൾ ആളുകളുടെ അത്താണിയാണ്, ഇല്ലാത്തവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുക്കുന്നവരാണ്, കുടുംബ ബന്ധങ്ങളെ ചെറുക്കുന്നവരാണ്. അതേപോലെ പ്രയാസപ്പെടുന്ന ആളുകളെ പ്രയാസങ്ങളെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നവരാണ് എന്ന് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ സമാധാനിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നു. ആ നിലയ്ക്ക് നാട്ടിൽ നമ്മൾ അത്താണിയായി മാറണം. ആർക്കെന്ത് പ്രശ്നമുണ്ടോ ആയിക്കോട്ടെ നോക്കാം, വഴിയുണ്ടാക്കാം, എന്തെങ്കിലും മാർഗമുണ്ടാക്കാം എന്ന് പറയാവുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ മാറണം. അത് എതിരാളികളാണെങ്കിൽ ശത്രുക്കളാണെങ്കിൽ പോയി. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അഹ്ലുസ് സുന്നയുടെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. തൗഹീദിന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചവനാണ്. 6000 കിതാബ് സ്വന്തം എഴുതിണ്ടാക്കിയ മനുഷ്യനാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. 6000 കിതാബ് അദ്ദേഹം രചിച്ചത്. ആ ഇബ്നു തൈമിയ്യയെ അതിശക്തമായി എതിർത്തിരുന്ന അവിടുത്തെ ആദർശ വിരോധിയായ ഒരു മനുഷ്യൻ ഇബ്നു തൈമിയ്യക്ക് ഏറ്റവും ശല്യം അയാളെ ഉണ്ടായി. എന്നും ഇബ്നു തൈമിയ്യക്കെതിരെ കേസ് കൊടുക്കാനും പ്രശ്നമുണ്ടാക്കാനും അയാളാ മുമ്പിൽ ഇരിക്കുന്നത്. അവസാനം അയാൾ മരണപ്പെട്ട ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാർ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ശൈഖേ അയാൾ ശല്യം കഴിഞ്ഞ് അയാൾ മരിച്ചു, അയാളെ ശല്യം അവസാനിച്ചു എന്ന് ശിഷ്യന്മാർ സന്തോഷത്തോടെ എന്ന് പറയുമ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആകെ പ്രയാസപ്പെടുകയാണ്. അയാൾ മരിച്ചോ? അയാൾക്ക് ചെറിയ ചെറിയ മക്കളാണല്ലോ ഉള്ളത്. അയാൾ മരിച്ചാൽ ആ മക്കളെ കാര്യം എന്താവും? ഇനി അവർക്ക് അധ്വാനിക്കാൻ ആരുമില്ല. അദ്ദേഹത്തെ അതാ ബേജാറ്. ശിഷ്യന്മാരെ പോലും അത്ഭുതപ്പെട്ടതാണ്, എന്താ ഉസ്താദിന്റെ ഈ ഒരു രീതി? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉടനെ വസ്ത്രം ധരിച്ച് നേരെ പോയി ആ ആളുടെ വീട്ടിലേക്ക് മക്കളെ ചേർത്ത് വിളിച്ചു. മക്കളോട് പറഞ്ഞ, മക്കളെ വിഷമിക്കണ്ട, പാപ്പ മരിച്ചാൽ പാപ്പാട് സ്ഥാനത്ത് ഞാനുണ്ടാകും, എന്ത് ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി, എല്ലാ കാര്യം ഞാൻ ഏറ്റെടുക്കാം, പാപ്പാട് സ്ഥാനത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞു ആ മക്കൾക്ക് സമാധാനം കൊടുത്തു പോകുന്നത് ഇബ്നു തൈമിയ്യയുടെ ചരിത്രത്തിൽ കാണും. ഏറ്റവും വലിയ ശത്രുവിനോടുള്ള നിലപാടാണ്. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നീ എപ്പോഴും നിലനിൽക്കേണ്ടത് നല്ല
ഏറ്റവും മാന്യമായ നിലക്കാണ് നീ പ്രതിരോധിക്കേണ്ടത്. ഇത് മാന്യമായ നിലക്ക് ക്ഷമയോടെ മാന്യതയോടെ നീ പ്രതിരോധിക്കുക. എങ്കിൽ നീയുമായി ശത്രുതയുള്ള ആളുകൾ പോലും ഏറ്റവും അടുത്ത ബന്ധുക്കളായി മാറുമെന്നാണ്, വലിയ സുഹൃത്തുക്കളായി മാറും. അതല്ല ഇങ്ങോട്ട് മോശമാകുമ്പോ അങ്ങോട്ടും മോശമാകുക, ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടങ്ങോട്ട് പറയുക, അതല്ല വിശ്വാസം. ക്ഷമ നമ്മുടെ ആയുധമാണ്. വിനയം നമ്മുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അഹങ്കാരം നമുക്കുള്ളതല്ല, പൊങ്ങച്ച നമുക്കുള്ളതല്ല, അസൂയ നമുക്കുള്ളതല്ല, പകയും വിദ്വേഷം നമുക്കുള്ളതല്ല. അതൊക്കെ മാറ്റി എല്ലാ മനുഷ്യന്മാരുമായും ഒരു നല്ല ബന്ധമുണ്ടാക്കി എല്ലാവരുമായും ഖൈറായി ഇടപെടുന്നവരായി നമ്മൾ മാറുക. എങ്കിൽ പരലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആ നിലയ്ക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒന്നാമത്തെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. 2-3 കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഷാ അല്ലാഹ് 4 ഞായറാഴ്ചകളും ഇതേപോലെ 2 ക്ലാസുകൾ നമുക്കുണ്ടാകും. ഇതിന്റെ തുടക്കമാണ്. പക്ഷെ അറിയാത്ത പലരും ഉണ്ടാകാം. അറിയിക്കുക. അടുത്ത ആഴ്ച പ്രത്യേകിച്ചും വരാൻ വേണ്ടി പ്രത്യേകമായി ആവശ്യപ്പെടുക. അടുത്ത ആഴ്ചയിൽ 2 ക്ലാസ്സാണ് നമുക്കുണ്ടാവുക. അത് രണ്ടും അതിലേക്ക് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകമായി സാധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ഞായറാഴ്ച സ്വാദിഖ് മദീനിയും ഷബീബ് സലാഹിയുമാണ് ക്ലാസ് എടുക്കുന്നത്. സംശയ നിവാരണത്തിന് കൂടി അവസരം ഉണ്ടാകും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഇതിന് ശേഷം സലാഹി നമ്മുടെ മെയ്യൂട്ടി ജാമിഅ അൽ ഹിന്ദിലെ അധ്യാപകൻ കൂടിയാണ്. നേരത്തെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് അടുത്ത ക്ലാസ് അല്ലാഹുവിനെ അറിയുക എന്ന വിഷയത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട തൗഹീദുമായി ബന്ധപ്പെട്ട അനിവാര്യമായി നമ്മൾ കേൾക്കേണ്ടുന്ന ഒരു സംസാരമാണ് അദ്ദേഹം നിർവഹിക്കുക. അതുകൊണ്ട് അത് പരമാവധി നമ്മൾ കേട്ട് ഉപയോഗപ്പെടുത്തണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ കാശ് നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു ബോക്സ് വരും. പ്രയാസപ്പെട്ടാലും കൊടുക്കേണ്ടതില്ല. ഉള്ളവർ കഴിവനുസരിച്ച് കൊടുത്താൽ ഈ ഹാളിന്റെ വാടകയും അതുമായി ബന്ധപ്പെട്ട ചെലവുകളും മാത്രം അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. വലിയ ബാധ്യത നമുക്കില്ല. ആ നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യുക. ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ചെയ്യേണ്ടതുമില്ല എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തും എല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ എന്ന് സൂചിപ്പിച്ചപ്പോൾ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലും ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുകയാണെങ്കിൽ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷങ്ങളിലും അതേപോലെ കൊണ്ടുപോകാം. അങ്ങനെ ഒരു 2-3-4 കൊല്ലം അത് പിന്നിടുമ്പോൾ ഒരുപക്ഷെ ധാരാളം ആളുകൾ വരുന്ന ഒരു ജനകീയമായ സ്വഭാവത്തിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ സാഹചര്യം ഉണ്ടായേക്കാം. ഖൈറിന് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ളുഹറിന് തൊട്ട് മുമ്പായി നമ്മുടെ ക്ലാസ് അവസാനിക്കും. വാങ്ങി വിളിച്ചാൽ തൊട്ടടുത്ത് പള്ളിയുണ്ട്. ആ പള്ളികളൊക്കെ ഉപയോഗപ്പെടുത്തി ജമാഅത്തുമായി ഞാൻ പോയാൽ നിസ്കാരം നഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്നവരെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് മറ്റൊരു ക്ലാസ് ഉണ്ട് ളുഹറിന് മുമ്പ്. അതുകൊണ്ട് പോകാൻ നിർബന്ധിതരാണ്. അല്പം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. ഏതായാലും എല്ലാവരും ഇതിന്റെ ഭാഗമായി മാറുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.